നമസ്കാരം. മഹാത്മ ന്യൂസിലേക്ക് സ്വാഗതം. കൊച്ചി, കോഴിക്കോട്, തൃശൂർ കേന്ദ്രീകരിച്ച് പെൺവാണിഭം. കിടക്ക പങ്കിടാൻ കോളേജ് കുമാരികൾ റെഡി. കാശുണ്ടാക്കാൻ എളുപ്പം മാർഗം. പുതിയ കാലം, പുതിയ ലോകം. കേരളക്കരയിൽ ഇപ്പോൾ പുതിയ തലമുറയിലെ യുവതി യുവാക്കൾ വലിയ ശമ്പളക്കാരായി മാറിയതോടുകൂടി ആഡംബര ജീവിതം മാത്രം മതി എന്ന അവസ്ഥയിലാണിപ്പോൾ. അന്യ ജില്ലകളിൽ നിന്നും കൊച്ചിയിലെത്തി വിദേശ കമ്പനികളിലും മറ്റും ജോലി ചെയ്യുന്ന യുവതികൾ, ഉന്നത പഠനത്തിന് അന്യ ജില്ലകളിൽ എത്തുന്ന വിദ്യാർത്ഥിനികൾ, ഇവരൊക്കെ മാന്യമായി വ്യഭിചാരത്തിന് തയ്യാറാകുന്നു എന്ന ഞെട്ടിക്കുന്ന വാർത്തയാണ് പുറത്തുവരുന്നത്. പണം സമ്പാദിക്കാൻ സ്വന്തം ഇഷ്ടപ്രകാരം കിടക്ക പങ്കിടാൻ തയ്യാറാകുന്ന യുവതികളാണ് ഈ രംഗത്ത് കൂടുതലുള്ളത്. എന്നാൽ ഇതിനിടയിൽ പ്രവർത്തിച്ചു വരുന്ന ഏജന്റുമാരുടെ വലയിൽ വീണ് അറിയാതെ കുടുക്കിൽപ്പെടുന്ന യുവതികളുമുണ്ട്. ഇതിനിടയിലെ ഒരു ദുരാനുഭവം ചാനലിൽ യുവതി പങ്കുവെച്ചത് പുറം ലോകം അറിഞ്ഞത് ഞെട്ടലോടെയാണ്. ആധുനിക ഭാഷയിൽ പറഞ്ഞാൽ മാന്യമായ ശരീര കച്ചവടം. ആഡംബര ജീവിത മോഹികളായ യുവതികൾ കൊച്ചി നഗരം കേന്ദ്രീകരിച്ചാണ് പുതിയ ആശയവിനിമയ സംവിധാനങ്ങളും നവമാധ്യമങ്ങളും ഉപയോഗപ്പെടുത്തി ഈ മാംസ കച്ചവടം സുഗമമായി നടത്തുന്നത്. ഇതിന് സംവിധാനം ഒരുക്കുന്നവർ വലിയ തോതിൽ പണം സമ്പാദിക്കുകയാണ്. കൊച്ചിയിൽ പ്രവർത്തിച്ചു വരുന്ന ആഡംബര സ്പാ സെന്ററുകൾ കേന്ദ്രീകരിച്ചാണ് യുവതികൾ ഈ ഏർപ്പാടിൽ പങ്കെടുക്കുന്നത്. പുറത്തുവരുന്ന വാർത്തകൾ അനുസരിച്ച് സ്പാ സെന്ററുകൾ കേന്ദ്രീകരിച്ച് ഇതിന് പ്രത്യേക ഡേറ്റിംഗ് ആപ്പ് ഉണ്ട്. ഈ ഡേറ്റിംഗ് ആപ്പിൽ കയറി കൂടിയാൽ ഏജന്റുമാർ കസ്റ്റഡിയിലുള്ള യുവതികളുടെ പടങ്ങൾ കൈമാറി ഏത് യുവതിയെയാണ് തെരഞ്ഞെടുക്കുന്നത് ആ യുവതി കാര്യസാധ്യക്കാരനുമായി പിന്നീട് നേരിട്ട് സംസാരിച്ച് തുക ഉറപ്പിച്ച് ഫ്ളാറ്റുകളിലും മറ്റു നിശ്ചിത സ്ഥലങ്ങളിലും എത്തുകയും അവിടെ പുരുഷനൊപ്പം കഴിയുകയും ചെയ്യുന്നു. പ്രധാനമായ ഒരു പ്രശ്നം മാത്രമേ ഇതിൽ പ്രതിസന്ധിയായിട്ടുള്ളൂ. കൂടെ ചെലവഴിക്കാൻ തയ്യാറാകുന്ന യുവതിക്ക് ഒരു ദിവസത്തെ നിരക്ക് 12,000 രൂപയാണ് എന്ന് പറഞ്ഞാൽ പണമുള്ള ആൾക്കാർക്ക് കാര്യങ്ങൾ വളരെ എളുപ്പം. കൊച്ചി മാത്രമല്ല, കോഴിക്കോടും തിരുവനന്തപുരത്തും തൃശ്ശൂരിലും ഇത്തരത്തിലുള്ള ഏജന്റുമാർ പ്രവർത്തിക്കുകയാണ്. വികസനം എത്തിപ്പെടാത്ത ഇടുക്കി, വയനാട്, പത്തനംതിട്ട തുടങ്ങിയ ജില്ലകളിൽ നിന്നും ജോലി തേടി നഗരങ്ങളിലെത്തുന്ന യുവതികളാണ് ആഡംബര ജീവിതത്തിനായി പുരുഷനൊപ്പം കുറച്ച് സമയത്തേക്ക് പോകാൻ തയ്യാറാകുന്നത്. കൊച്ചിയിലെ IT രംഗത്ത് ജോലി ചെയ്യുന്ന യുവതി യുവാക്കളാണ് ഈ പുതിയ കച്ചവടത്തിൽ കൂടുതലും പങ്കാളികളാകുന്നത്. ഇത്തരത്തിൽ സ്പാ സെന്ററുകൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഏജന്റുമാർ ഇടപാടിന് തയ്യാറാകുന്ന യുവതികൾക്ക് നൽകുന്ന പ്രതിഫലത്തിന്റെ നല്ലൊരു പങ്ക് കൈപ്പറ്റുന്നു എന്നതാണ് ദുഃഖകരം. ഈ ഏർപ്പാടിന് തയ്യാറാകുന്നവരിൽ ഭൂരിഭാഗം പേരും കിട്ടുന്ന തുക വലിയ വിലയുള്ള വസ്ത്രങ്ങളും ആഭരണങ്ങളും വാങ്ങുവാനും അടിച്ചു പൊളിച്ച് ജീവിക്കുവാനും ചെലവാക്കുന്നു. അതുപോലെ തന്നെ വലിയ വിലയുള്ള മദ്യങ്ങളും ലഹരി വസ്തുക്കളും ഉപയോഗിക്കുന്ന ശീലത്തിലേക്ക് മാറിയതായിട്ടും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. ഇവരുടെ ഭാഷയിൽ മാന്യമായ വ്യഭിചാരം. മറ്റ് ജില്ലകളിൽ നിന്നും കൊച്ചിയിലെത്തുന്ന ഇവർ നടത്തുന്ന ആശാസ്യകരമല്ലാത്ത പ്രവർത്തനങ്ങൾ നാട്ടിലോ വീട്ടിലോ ആരും അറിയുന്നില്ല എന്നതാണ് ഈ ഏർപ്പാട് തുടരാൻ ഇവർക്ക് അവസരം നൽകുന്നത്. വല്ലപ്പോഴും യുവതികൾ താമസിക്കുന്ന സ്ഥലങ്ങളിൽ വന്നു പോകുന്ന ബന്ധുക്കൾ ഇതൊന്നും അറിയാതെ മകൾ മാന്യമായി ജോലി ചെയ്ത് ഒതുക്കത്തോടെ ജീവിക്കുന്നു എന്ന് വിശ്വസിച്ച് സ്വന്തം വീട്ടിലേക്ക് പോവുകയാണ്. നഗരങ്ങളിൽ പെരുകി വരുന്ന അസാൻമാർഗിക പ്രവൃത്തികൾ പൊതുസമൂഹം കാണുകയും അറിയുകയും ചെയ്യുന്നുണ്ടെങ്കിലും നിലവിലെ നിയമപ്രകാരം ചോദ്യം ചെയ്യാൻ പോലും ആർക്കും അവകാശമേ ഇല്ല. പട്ടാപ്പകൽ പരിധി വിട്ട് കെട്ടിപ്പിടിച്ചും ഉമ്മ വെച്ചും ആടിത്തിമിർക്കുന്ന യുവതി യുവാക്കളെ തെരുവിൽ കണ്ടാൽ പോലും ആർക്കും ചോദിക്കാൻ അവകാശമില്ല. അതുകൊണ്ട് തന്നെ ഈ അഴിഞ്ഞാട്ടം നടക്കുമ്പോഴും പോലീസ് പോലും കണ്ണടയ്ക്കുകയാണ്. ഏതായാലും വലിയ സാംസ്കാരിക വളർച്ച നേടിയ മലയാളി സമൂഹം താളം തെറ്റിപ്പോകാതിരിക്കാൻ, വരും തലമുറയെ രക്ഷിക്കാൻ കണ്ണു തുറന്ന് കാര്യമായ ഇടപെടൽ നടത്തുക. ജീവിതത്തിൽ എവിടെയും അപകടങ്ങൾ പതിയിരിക്കുന്നു എന്ന ഉൾക്കാഴ്ചയോടെ ബുദ്ധിപൂർവ്വം പ്രവർത്തിക്കാം എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നന്ദി, നമസ്കാരം.